ആ മഹേഷ് വന്നല്ലോ. ഇന്ന് ഇന്റർവ്യൂവിന് പോയിട്ട് എന്ത് പറയാനാ, നമ്മുടെയൊക്കെ അവസ്ഥ ഇതാ. നീ വിഷമിക്കണ്ടടാ, നിനക്ക് നല്ലൊരു ജോലി കിട്ടും. അതേ മോനെ, നല്ലൊരു ജോലി നിന്നെ തേടി വരും. ഏത് കാലത്താ? ഇപ്പൊ തന്നെ കുറെയായി ഇന്റർവ്യൂവിന് പോവാ, വെറുതെ തിരിച്ചു വരിക. അങ്ങനെയൊന്നും അല്ല കുഞ്ഞെ, നിനക്ക് നല്ലൊരു സമയമുണ്ട്, അന്നേരം നിനക്ക് നല്ലൊരു ജോലി കിട്ടും. അത് തന്നെ ഞാനും അവനോട് പറയാറുള്ളത്. വീട്ടിലെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ. ഉടനെ ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? മോൻ പറഞ്ഞതെല്ലാം ശരിയാണ്, വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. പ്രാർത്ഥിച്ചിട്ട് പോ മോനെ, ഈ തവണ ജോലി ഉറപ്പാ. അതെ, ചേട്ടൻ പോയിട്ട് വാ, ജോലി ഉറപ്പാ. മോൻ ദൈവത്തെ വിളിച്ചിട്ട് പോയിട്ട് വാ, എല്ലാം നടക്കും. പോയിട്ട് വരാം. ഇപ്രാവശ്യമെങ്കിലും അവന് നല്ലൊരു ജോലി കിട്ടിയാൽ മതിയായിരുന്നു. ഈ പ്രാവശ്യം അവന് നല്ലൊരു ജോലി കിട്ടും, എന്റെ മനസ്സ് പറയുന്നു. എന്ത് പറ്റി ബ്രോ? ആകെ വിഷമത്തിലാണല്ലോ. എന്ത് പറയാനാ ബ്രോ, ജോലിയെന്നും പറഞ്ഞ് ഇന്റർവ്യൂന്നും പറഞ്ഞ് കുറെ നാൾ കൊണ്ട് കുറെ കോമാളിത്തരം കാണിക്കുക. ജോലിയാണ് ഒന്നും കിട്ടുന്നുമില്ല. പഠിച്ച ജോലി തന്നെ ചെയ്യത്തുള്ളൂ വാശി വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ ഏത് ജോലി ചെയ്യാനുള്ള അവസ്ഥയില്ല. അത്രക്കുണ്ട് വീട്ടിൽ ബുദ്ധിമുട്ട്. ബ്രോയെ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ ഞാൻ ബ്രോയ്ക്ക് ഒരു ജോലി തരാം. കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ്. റിസ്ക് തേങ്ങക്കൊല എന്ത് വേണേലും ചെയ്യാം. അത്രയും വെളിച്ചിട്ട് നിൽക്കുക. എനിക്ക് മനസ്സിലാവും ബ്രോ. ഞാൻ പറയുന്ന പരിപാടി കുറച്ച് റിസ്ക് ആണെങ്കിലും ബ്രോയ്ക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. എന്ത് ജോലിയാ? മരുന്ന് കച്ചവടം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത് വളരെ അപകടം പിടിച്ച പരിപാടിയല്ലേ? പോലീസ് പിടിച്ച. ബ്രോ, ഞാനിവിടെ 1-2 വർഷമായിട്ട് ഈ പരിപാടി നടത്തുന്നുണ്ട്. ഇത് ചിലപ്പോൾ ബ്രോയുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവായേക്കാം. ജീവിതത്തിൽ കുറച്ച് റിസ്ക് എടുത്താലേ നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം നമുക്ക് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. എന്ത് വേണമെന്ന് ബ്രോ തന്നെ തീരുമാനിക്കും. ഞാൻ റെഡി. ഗുഡ്, എങ്കിൽ ബാ നമുക്ക് വേറെ ആളെ പരിചയപ്പെടുത്താം. നിങ്ങൾ ഈയിടെ പറഞ്ഞില്ലേ നമുക്കൊരു പാർട്ടി ആവശ്യമുണ്ട്. ബ്രോ റെഡിയാണ്. പേരെന്താണ്? മഹേഷ്. അരുണെല്ലാം പറഞ്ഞു കാണുമല്ലോ അല്ലേ? റിസ്ക് പിടിച്ച പണിയാണ്. വിശ്വസിച്ച് കൂടെ നിന്നാൽ നീ ആഗ്രഹിക്കുന്ന എല്ലാം നിനക്ക് നേടാം. ഇടയ്ക്ക് വെച്ച് കളിച്ചിട്ട് പോയാൽ അതിനുള്ള വില വലുതായിരിക്കും. ഞങ്ങൾക്ക് മുകളിലും ഉണ്ട് ആള്. ഇത്രയും നാളെ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഒന്നും ശരിയായില്ല. ചിലപ്പോ ഇതായിരിക്കും എനിക്ക് വിധിച്ചത്. എന്ത് വന്നാലും ഞാൻ നിങ്ങളെ സഹിക്കത്തില്ല. അപ്പൊ എല്ലാം സെറ്റ്. പറഞ്ഞതുപോലെ നാളെ രാവിലെ നമുക്ക് ഒരിടം വരെ പോകണം. ഓക്കെ, എങ്കിൽ രാവിലെ കാണാം. അമ്മ, ഇന്നും ജോലി കിട്ടിയില്ലെന്നാ? മോനെ പോയിട്ട് ഇന്നും കിട്ടിയില്ലല്ലോ. നമ്മുടെ പ്രാർത്ഥനയൊന്നും ഈശ്വരൻ കേൾക്കുന്നില്ലല്ലോ അമ്മ. കേൾക്കുന്നുണ്ടായിരിക്കും മോനെ, സമയം ആവുന്നതേ ഉള്ളായിരിക്കും നിനക്ക്. നാളെ അവിടുത്തെ പൈസ തരാനുണ്ടല്ലോ. ഞാൻ തരാം, നാളെ തന്നെ തരാം. ഉറപ്പല്ലേ? ഉറപ്പ്. ഓക്കെ, ഇപ്പോഴത്തേക്ക് ഞാൻ തരാം. പൈസ പെട്ടെന്ന് തരണം കേട്ടല്ലോ. പൈസ ഇന്നലെ ഗൂഗിൾ പേ ചെയ്യണേ. ഇന്ന് തന്നെ ഗൂഗിൾ ചെയ്തേക്കാം. ഓക്കെ, ശരിയാണ്. ഹലോ, എവിടാ?
ഒരു 8 മണിയാകുമ്പോ എത്താൻ പറ്റും. എന്റെ സാധനമുണ്ട്, വന്നാ മതി. ഓക്കെ ചേട്ടാ പറയുന്നേ ഇവിടെ പോകുന്നു. കാര്യം ചോദിക്കട്ടെ. എന്താ കാര്യം? എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. നീ അവിടെ നില്ലേ, ഞങ്ങൾക്കും പോയിട്ട് അത്യാവശ്യമുണ്ട്. ചോദിക്കട്ടെ. നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ എങ്ങോട്ടാ പോകുന്നത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തോ കാര്യം? അതൊക്കെ വഴി അറിയാവടാ. ധൃതിയിൽ ഈ ബാഗും തൂക്കി നീ എങ്ങോട്ടാടാ പോകുന്നത്? ജോലി അന്വേഷിച്ചിറങ്ങിയത്. അപ്പൊ നീ ജോലി അന്വേഷിച്ച് ഇറങ്ങിയതാണല്ലേ? നിന്റെ ബാഗ് ഒന്ന് കാണിച്ച് നോക്കട്ടെ. എന്റെ ബാഗ് നോക്കാൻ നിങ്ങളാരാ? എനിക്ക് കുറച്ച് അത്യാവശ്യമുണ്ട് പോയിട്ട്. ഞാൻ എന്തിനാ നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഞങ്ങള് പറഞ്ഞില്ലേടാ, ഞങ്ങൾക്കും പോയിട്ട് ധൃതിയുണ്ട്. നീ അങ്ങ് നിക്ക്. ഞങ്ങൾ ആരാണെന്നല്ലേ നിനക്കറിയണ്ടേ? കണ്ടോ കണ്ടോ. സാർ, ജോലിയുടെ അത്യാവശ്യത്തിന് ഒന്ന് പെട്ടെന്ന് പോകാമായിരുന്നു. നീ ഏത് ജോലി അന്വേഷിച്ച് പോകുന്നതെന്നും നിന്റെ ഉദ്ദേശം എന്തോ ഞങ്ങൾക്ക് ശരിക്കും ബോധ്യമായിട്ടാ നിന്റെ മുന്നിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. അത് നീ ആദ്യം മനസ്സിലാക്കണം. ഇയാളെ ഈ ജോലി ഏൽപ്പിച്ച അരുണ് ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. സാർ, ഈ ജോലിയും കിട്ടാമെന്നപ്പോ നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോയത്. നിവർത്തികൾ കൊണ്ട് ചെയ്യാൻ പറ്റിയ ജോലിയാണോ മഹേഷ ഇത്? സാർ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ജോലിയാണെന്ന് അറിയാം എനിക്ക്. എന്റെ കുടുംബത്തെ പട്ടിണി കീടായിരിക്കാൻ വേണ്ടി ചെയ്തു പോയതാ. ഈ ജോലി എന്റെ ജീവിതത്തിൽ വന്നപ്പോ ഇതായിരിക്കും എന്റെ ജീവിതത്തിലെ വഴിത്തിരിവെന്ന് ഞാൻ കരുതി. എടോ മഹേഷേ, നിയമത്തിന് മുന്നിൽ ഇതൊക്കെ തെറ്റാണ്. തന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ താൻ കണ്ടിട്ട് മാർഗമുണ്ടല്ലോ. ഒരുപാട് കുടുംബത്തിന് താളം തെറ്റിക്കുന്ന തനിക്കറിയാം. സാർ പ്ലീസ്, ഞാൻ ഇങ്ങനെ ഒന്നും പോകത്തില്ല. ഈ ഒരു പ്രാവശ്യത്തേക്ക് ഒന്ന് മാപ്പ് തരണം. ഇതൊക്കെ തീരുമാനിക്കേണ്ട ഞങ്ങളല്ലല്ലോ മഹേഷേ. ഏതായാലും ഞങ്ങളുടെ കൂടെ വാ, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. മഹേഷേ, നിയമത്തിന് മുന്നിൽ താൻ തെറ്റാണ് ചെയ്യുന്നത്. തെറ്റ് ചെയ്യുന്നത് എന്തായാലും ശിക്ഷിക്കപ്പെട്ടേ പറ്റത്തുള്ളൂ. എന്തായാലും നടക്ക്, ബാക്കി പിന്നെ തീരുമാനിക്കും. ഒന്ന് വിട്, കഷ്ടം. ഒന്ന് വിട് സാറേ.